ഹലോ. പ്രിയമുള്ള മക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 5ാം ക്ലാസ് അടിസ്ഥാന പാഠാവലി ഒന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ ചാപ്റ്റർ കളിയല്ല കളി എന്ന പാഠഭാഗത്തിലെ ആക്ടിവിറ്റീസും ചോദ്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഉത്തരങ്ങളൊക്കെ ഈ വീഡിയോയിൽ പറയും. ഓക്കെ. അപ്പോൾ നിങ്ങൾ ചാനലിൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കണേ. ഓക്കെ, നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഇവിടെ ഈ പാഠം ഒന്ന് കളിയല്ല കളി എന്നതിലെ നോക്കൂ. ഇവിടെ ഈ അനുഭവം നിങ്ങൾ വായിച്ചുല്ലേ, അതിന് താഴെ ഒരു ചോദ്യമുണ്ട്. നിങ്ങളും ധാരാളം കളിക്കുന്നവരാണ്. വീട്ടിലും സ്കൂളിലും കൂട്ടുകാരോടൊത്ത് നിങ്ങൾ കളിക്കാറുണ്ട്. വീട്ടിൽ ഒറ്റയ്ക്കും ചില കളികൾ കളിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ ഏതെങ്കിലും ഒരു കളി അനുഭവം പറഞ്ഞു നോക്കിയാലേ എല്ലാവരും പറയാം. അപ്പോൾ കളി അനുഭവം എങ്ങനെ എഴുതാം നമുക്ക്? ഇവിടെ ഒരു മാതൃക മക്കൾക്ക് കാണിച്ചു തരാം. ഏതാണ്ട് നിങ്ങൾക്ക് അതുപോലെ എഴുതാൻ പറ്റും. കാൽപന്തായിരുന്നു നാടിൻ്റെ ഇഷ്ടവിനോദം. ഇപ്പോൾ ഫുട്ബോളൊക്കെ അല്ലേ അല്ലേ? വാസ്റ്റ് തുമ്പോളി എന്നറിയപ്പെടുന്ന ഒരു ക്ലബ്ബായിരുന്നു. വിക്ടറി ആൻഡ് സ്പോർട്സ് തുമ്പോളി എന്നതിൻ്റെ ചുരുക്കപ്പേരായിരുന്നു അത്. സന്ധ്യയ്ക്ക് ഉറപ്പായും ഇത് ബാബി ജോസ് കാട്ടിക്കാട് വെറും ഒരു ഓർമ്മതൻ കുങ്കുമപ്പൂവൽ എന്ന് അദ്ദേഹം എഴുതിയ അദ്ദേഹത്തിൻ്റെ ഒരു കളി അനുഭവമാണ്. ഇതുപോലെ നിങ്ങൾക്ക് എഴുതാം എന്നാണ് പറയുന്നത്. സന്ധ്യയ്ക്ക് ഉറപ്പായും അവർ സ്കൂൾ മൈതാനത്തുണ്ടാവും. ഓസ്കാർ എന്നൊരു ചേട്ടൻ ഉത്സാഹ കമ്മിറ്റിയിൽ അംഗമായിരുന്നു. ഗോളിയായിരുന്ന ആ ചേട്ടൻ പറഞ്ഞാണ് പന്ത് പിടിക്കുന്നത്. അതൊരു കല തന്നെയായിരുന്നു. വലിയ വലിയ ക്ലബ്ബുകളിൽ വല കണ്ടിട്ടുണ്ട്. തോമാച്ചനായിരുന്നു സ്കൂൾ ടീമിന്റെ ഗോളി. ഓരോ നാൾ തോമാച്ചനും അങ്ങനെയാവുമെന്ന് ഞങ്ങൾ കരുതി. വർഷാവർഷം ടൂർണമെന്റ് ഒക്കെ ഉണ്ട്. മൈതാനത്ത് കുമ്മായം കൊണ്ട് മാർക്ക് ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ ചുമ്മാ അങ്ങ് സന്തോഷം കയറും. തെങ്ങമ്പാട്ടൊക്കെയായി കാശുകൾ കൊഴുക്കുന്നു. പെട്ടികണക്കിന് സോഡ, ഉണക്കാഞ്ഞിട്ടിരിക്കുന്ന ജേഴ്സികൾ, ഓട്ടുപോണ പന്ത് പെറുക്കിയെടുക്കാൻ പോലും കുട്ടികൾക്കിടയിൽ മത്സരമായിരുന്നു. കണ്ടോ? അതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഇതുപോലെ നിങ്ങളുടെ ഒരെണ്ണം എഴുതാനാണ് പറയുന്നത് കേട്ടോ. ഇനി ഇതിലെ ടൊമാറ്റോയിലെ കായികമേള ഈ പാഠഭാഗത്തിലെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമുക്ക് നോക്കാം. അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഇവിടെ നോക്കൂ, ഇവിടെ ചോദ്യങ്ങൾ താഴെയുണ്ട്. ടോമോ സ്കൂളിലെ കായികമേളയുടെ സവിശേഷതകൾ കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. നമുക്ക് അതിൻ്റെ ഉത്തരം നോക്കൂ. ഉത്തരം മാതൃകയാണ് കേട്ടോ. സാധാരണ എലിമെന്ററി സ്കൂളിൽ കായികമേളയ്ക്ക് വടംവലിയും മൂന്നുകാലി ഓട്ടവും മാത്രമാണ് ഉൾപ്പെടുത്തിയിരുന്നത്. ടോമോ എലിമെന്ററി സ്കൂളിലെ കായികമേളയ്ക്ക് ഇതുകൂടാതെ മറ്റു ചില കായിക മത്സരങ്ങളും കൊബായാഷി മാസ്റ്റർ കണ്ടുപിടിച്ചിരുന്നു. കായിക സാമഗ്രികളൊന്നും ആവശ്യമില്ലാത്ത മത്സരങ്ങളായിരുന്നു അവ. മീൻവായിലൂടെയുള്ള ഓട്ടം ഉദാഹരണം. വടംവലി മത്സരത്തിൽ വടമതങ്ങ് വലിച്ച ആർപ്പുവിളിയുമായി കൊബായാഷി മാസ്റ്ററും മുതിർന്നവരും കുട്ടികളോടൊപ്പം കൂടും. അതിൽ പങ്കെടുക്കാനാവാത്ത യാസുവാക്കിച്ചാനെ പോലുള്ള കുട്ടികൾ മത്സരം നിയന്ത്രിക്കുന്ന ചുമതല ഏറ്റെടുക്കും. സ്കൂളിലെ മുഴുവൻ പേരും പങ്കെടുക്കുന്ന റിലേ ഓട്ടവും ടോമോയിൽ വ്യത്യസ്തമാണ്. ആദ്യമായി കായികമേളയിൽ പങ്കെടുക്കുന്ന ടോദോച്ചാനെ പോലെയുള്ള കുട്ടികൾക്ക് നേരെ ആസ്വാദികരമായിരുന്നു. തഹാകാഷി എന്ന ചെറിയ കുട്ടിയാണ് കൂടുതൽ സമ്മാനങ്ങൾ വാങ്ങിയത്. സമ്മാന വിതരണത്തിലും മാസ്റ്ററുടേതായ സവിശേഷതകൾ ഉണ്ടായിരുന്നു. സമ്മാനമായി നൽകിയിരുന്നത് മത്സരങ്ങൾ ഉരുളക്കിഴങ്ങും ചിരങ്ങയും ഒക്കെയായിരുന്നു. എല്ലാ തരത്തിലും ടോമോയിലെ കായികമേള വളരെ ശ്രദ്ധേയമായിരുന്നു എന്നാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം. ടോമോയിലെ രീതികൾ. ഓരോ കുട്ടിയെയും പരിഗണിച്ചായിരുന്നു ടോമോയിലെ കായികമേള. എങ്ങനെയൊക്കെയാണ് കൊബായാഷി മാസ്റ്റർ ഓരോരുത്തരെയും പരിഗണിച്ചിരുന്നത്? കൊബായാഷി മാസ്റ്ററുടെ ഈ സവിശേഷ രീതിയെക്കുറിച്ച് ചർച്ച ചെയ്യൂ. നിങ്ങളുടെ കണ്ടെടുത്തുകളെല്ലാം ചേർത്ത് കുറിപ്പ് തയ്യാറാക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സവിശേഷ രീതികളെക്കുറിച്ച് നിങ്ങൾ കുറിപ്പ് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ടോമോ എലിമെന്ററി സ്കൂളിലെ കായികമേളയിൽ ഓരോ കുട്ടിയെയും പ്രത്യേകം പരിഗണിക്കുന്ന രീതിയാണ് കൊബായാഷി മാസ്റ്റർ സ്വീകരിച്ചത്. മത്സരത്തിൽ വിജയിക്കുന്നതിനേക്കാൾ പ്രധാനം പങ്കെടുക്കുന്നതാണെന്ന് അദ്ദേഹം കുട്ടികളെ ബോധ്യപ്പെടുത്തിയിരുന്നു. ഇതിരിപ്പോന്ന കൈകാലുകളുള്ള തക്കാഹാഷിയെ പോലെയുള്ളവരെയും പരിഗണിക്കുന്നതിൽ മാസ്റ്റർ ശ്രദ്ധിച്ചു. ആത്മവിശ്വാസം കുറഞ്ഞവർക്ക് വിശ്വാസം പകർന്നു കൊടുക്കാൻ ഈ രീതി സഹായിച്ചു. കളികളിൽ നേരിട്ട് പങ്കെടുക്കാത്ത യാസുവാക്കിച്ചാനെ പോലുള്ള കുട്ടികളെ മത്സരം നിയന്ത്രിക്കുന്ന ചുമതല ഏൽപ്പിച്ചു. ഒരുമിച്ച് ചേർന്ന് ഉത്സവം ആഘോഷിക്കുന്നത് പോലെയായിരുന്നു ടോമോയിലെ കുട്ടികൾ കായികമേളയിൽ പങ്കെടുത്തത്. കായിക സാമഗ്രികളൊന്നുമില്ലാതെ ലഭ്യമായ സൗകര്യത്തിലാണ് മത്സരം നടത്തിയിരുന്നത്. എല്ലാവരെയും പങ്കെടുപ്പിക്കുന്നതിൽ മാസ്റ്റർ ശ്രദ്ധിച്ചിരുന്നു. മാസ്റ്റർ കുട്ടികളോടൊപ്പം എല്ലാറ്റിലും മുന്നിൽ നിന്നു കേട്ടോ. അപ്പം അതാണ് അദ്ദേഹത്തിൻ്റെ സവിശേഷത രീതി. ഇനി രസികൻ പ്രയോഗങ്ങൾ. പാഠഭാഗം വായിച്ചപ്പോൾ രസകരമായ ചില വാക്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ.
മിന്നൽ വേഗത്തിൽ തക്കാഹാഷി അവരെ കടന്ന് മുകളിലേക്ക് പോയി. ഇവിടെ അടിവരയിട്ട ഭാഗം നോക്കൂ. വളരെ പെട്ടെന്ന് എന്ന് പറയാനാണ് മിന്നൽ വേഗത്തിൽ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. ഒരു വാക്യം കൂടി ഇവിടെയുണ്ട്. കരിമീൻ തടിയൻ ജീവനുള്ളതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിയാടാൻ തുടങ്ങി. സാധാരണ പറയുന്ന രീതിയിലല്ലാതെ ഇതുപോലെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ധാരാളം വാക്യങ്ങൾ ഈ പാഠത്തിലുണ്ട്. അവ കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. എന്തൊക്കെയുണ്ട് വേറെ? ഇളകിയാടാൻ, മിന്നൽ വേഗത്തിൽ എന്നുള്ള പോലത്തെ വേറെ വാക്കുകൾ. നിലം കൂടുതലുള്ളവരോ മുറം പോലെ പരന്ന കാലുള്ളവരോ ആണെങ്കിൽ വെള്ളം കുടിച്ചത് തന്നെ. ദാഹമകറ്റുന്നതിന് വെള്ളം കുടിക്കുക എന്നാണ് പ്രയോഗത്തിന്റെ ശരി. എന്നാൽ ഇവയോട് ബുദ്ധിമുട്ടുക എന്ന അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഇതൊരു പ്രയോഗമാണ്, എന്ത്? വെള്ളം കുടിച്ച് തന്നെ. രണ്ടാമത്തെ നോക്ക്. മറ്റുള്ളവർ കരിമീൻ്റെ വയറ്റിൽ കിടന്ന് നട്ടം തിരിയുമ്പോൾ തഹാകാശി നൊടിനേരം. ഇത് പുസ്തകത്തിലെ വരിയാണ് കേട്ടോ. മുന്നോട്ട് പോകാനാകാതെ പ്രയാസപ്പെടുക എന്നാണ് ഈ പ്രയോഗത്തിന്റെ ശരിയായ അർത്ഥം. ഒരു വഴിയുമില്ലാതെ വിഷമിക്കുക എന്ന അർത്ഥത്തിലാണ് നട്ടം തിരിയുക എന്ന് പറയുന്നത്. അപ്പം അതുപോലുള്ള വേറെ 2 പ്രയോഗങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് നട്ടം തിരിയുമ്പോൾ, മറ്റൊന്ന് വെള്ളം കുടിച്ചു തന്നെ. ഇനി ചേരുമ്പോഴും പിരിയുമ്പോഴും. ഒരു അപൂർവത എന്ന വാക്ക് നോക്കൂ. ഒരു അപൂർവത എന്നീ 2 പദങ്ങൾ ചേർന്നിരിക്കുന്നു. ഇങ്ങനെ 2 വാക്കുകൾ ചേർന്ന് ഒറ്റ വാക്കാക്കി എഴുതുന്ന 10 പദങ്ങൾ പാഠത്തിൽ നിന്ന് കണ്ടെത്തൂ. അവയെ മുകളിൽ കൊടുത്ത രീതിയിൽ വെവ്വേറെ വാക്കുകളാക്കി എഴുതുകയും വേണം. എങ്ങനെ എഴുതാം? ഉണ്ടോ? ഏതൊക്കെയുണ്ട് കൂടുതൽ മാതൃക? മറ്റെന്തിനും, മറ്റ് എന്തിനും. കുട്ടി ഏറിയ, കുട്ടി ഏറിയ. ധൈര്യമേറിയ, ധൈര്യമേറിയ. സമയമൊന്നും, സമയം ഒന്നും. അവർക്കത്, അവർക്ക് അത്. പങ്കെടുക്കാനാവാത്ത, പങ്കെടുക്കാൻ ആവാത്ത. തിരിച്ചിറങ്ങുക, തിരിച്ച് ഇറങ്ങുക. ഇങ്ങനെയാണത് നമ്മൾ പിരിച്ച് എഴുതേണ്ടത്. ഓക്കെ. ഇനി മത്സരങ്ങളില്ലാത്ത കളികൾ. മത്സരങ്ങളല്ലാത്ത കളികൾ. ടോമോയിലും നമ്മുടെ സ്കൂളിൽ നടക്കുന്ന കായികമേളയും മറ്റു പല കളികളും മത്സരങ്ങളുമാണ്. അവയിൽ ജയവും തോൽവിയുണ്ട്. നിങ്ങൾ ജയവും തോൽവിയില്ലാത്ത കളികൾ കളിക്കാറുണ്ടോ? അങ്ങനെയുള്ള ചില കളി അനുഭവങ്ങൾ പരിചയപ്പെടാം. ഉണ്ടോ? അപ്പൊ നിങ്ങൾ ജയവും തോൽവിയില്ലാത്ത കളികൾ കളിക്കാറുണ്ടോ എന്ന ചോദ്യത്തിന് എങ്ങനെ എഴുതാം ഉത്തരം? ഉണ്ട് എന്ന് എഴുതാം അല്ലേ? വേറെ എന്തൊക്കെ കളികളുണ്ട് ജയവും തോൽവിയില്ലാത്ത? അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ പാഠഭാഗം പരിചയപ്പെടാം. അതുവരെ എല്ലാവർക്കും നന്ദി. എന്ന് നിങ്ങളുടെ കൂട്ടുകാർക്ക്, സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം. ഫ്രണ്ട്സിന് ക്ലാസ് ഗ്രൂപ്പിലും ഒക്കെ ഇടുക. ഓക്കെ. വീണ്ടും കാണാം. താങ്ക് യു.